ഹായ് എവ്രി വൺ. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസുകളാണ് പറയുന്നത്. ഒരു 20ഓളം ബേസിക് ടേംസുകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് എൻറ്റിറ്റി. എന്താണ് എൻറ്റിറ്റി നോക്കാം. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ്. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എൻ്റർപ്രൈസ്, അതായത് സൂപ്പർ മാർക്കറ്റ്, ജ്വല്ലേഴ്സ്, കമ്പനികൾ, അങ്ങനെ ഓരോന്നും. ഓരോ ബിസിനസ്സിനും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഇത് എല്ലാവരും ഫോളോ ചെയ്ത് പോകുന്നു. രണ്ടാമത്തേതാണ് ട്രാൻസാക്ഷൻ. എന്താണ് ട്രാൻസാക്ഷൻ നോക്കാം. രണ്ടോ അതിലധികം സ്ഥാപനങ്ങൾ നടത്തുന്ന ഇടപാടുകളാണ്. നമ്മളൊരു സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതും ഒരു ട്രാൻസാക്ഷനാണ്. ട്രാൻസാക്ഷൻ രണ്ട് തരത്തിലുണ്ട്. ട്രാൻസാക്ഷൻ ക്യാഷ് ആയിട്ടും അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുമാണ് ഉള്ളത്. മൂന്നാമത്തേതാണ് അസറ്റ്. ഒരു ബിസിനസ്സിൻ്റെ മൂല്യത്തെയാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് മണി ടേംസിലാണ്. അതായത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനുള്ള മണി വാല്യൂ ഉള്ള ഐറ്റംസിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്ടീഷ്യസ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരീഡ്. അതായത് നമുക്ക് ഒരുപാട് കാലം ആവശ്യമുള്ള അസറ്റിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. ഉദാഹരണമാണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ എക്സെട്ര. ഈ ഫിക്സഡ് അസറ്റിനെ തന്നെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഇതിനൊരു പ്രത്യേകതരം ഷേപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് കാണാനും തൊടാനും സാധിക്കുന്ന അസറ്റുകളായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അസറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ റൈറ്റ്സ് ഇൻ സർട്ടൻ തിങ്സ്. ഇത് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊന്നും സാധിക്കില്ല, എന്നാൽ ചില കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കും. അതായത് ഗുഡ് വില്ല്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അടുത്തതാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. അസറ്റ്സ് വിച്ച് ഗെറ്റ് എക്സ്ഹോസ്റ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻസ്. അതായത് ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന അസറ്റുകളെയാണ് വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ക്വാറീസ്, മൈൻസ്, ഓയിൽ ഫീൽഡ്സ്. അടുത്തതാണ് ഫിക്ടീഷ്യസ് അസറ്റ്. Assets which have no real value but shown in the book of accounts only for technical reasons. ഇത് റിയൽ വാല്യൂ ഉള്ള അസറ്റ് അല്ല, സാങ്കല്പികമായിട്ടൊരു അസറ്റാണ്. ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഈ അസറ്റിനെ ബിസിനസ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ്, പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ്. ഇനി എന്താണ് കറണ്ട് അസറ്റ്സ് നോക്കാം. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ്, അസറ്റ്സ് അക്വയർഡ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കൺവേർട്ടിംഗ് ദം ടു ക്യാഷ് ഓർ കൺസ്യൂമിംഗ് ദം ഡ്യൂറിംഗ് ദ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലോട്ടിംഗ് ഓർ സർക്കുലേറ്റിംഗ് അസറ്റ്സ്. അതായത് വളരെ കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന അസറ്റ്സുകളാണ് കറണ്ട് അസറ്റ്സ്. ഈ അസറ്റ്സ് ഒരു ഷോർട്ട് പീരീഡിൽ, അതായത് 1 ഇയർ തന്നെ ക്യാഷായിട്ട് ഉപയോഗിച്ച് തീർക്കുന്നതാണ്. ഇതിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. നാലാമത്തെ ബേസിക് ടേമാണ് ലയബിലിറ്റീസ്. എന്താണ് ലയബിലിറ്റീസ് നോക്കാം. ഭാവിയിൽ ഒരു ബിസിനസ്സിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള കടങ്ങളെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് രണ്ട് തരത്തിലുണ്ട്: കറണ്ട് ലയബിലിറ്റിയും അതുപോലെ തന്നെയാണ് ഫിക്സഡ് ലയബിലിറ്റിയും. കറണ്ട് ലയബിലിറ്റി പറഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കുന്ന ലയബിലിറ്റിയാണ് കറണ്ട് ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റി പറഞ്ഞാൽ ഒരു ലോങ് പീരീഡ് ആയിട്ട് നമ്മൾ കൊടുത്തു തീർക്കുന്ന ലയബിലിറ്റിയാണ് ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഒരു ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഒന്നില്ലെങ്കിൽ ക്യാഷ് ആയിട്ടാവും കൊണ്ടുവരിക, അല്ലെങ്കിൽ അസറ്റ് ആയിട്ടാവും. ഈ ഒരു ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. അടുത്തതാണ് സെയിൽസ്. എന്തെങ്കിലും ഒരു സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ക്യാഷ് സെയിൽസും ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. അടുത്തതാണ് റവന്യൂ.
റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ വരുമാനത്തെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയോ കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. സെയിൽസ് റവന്യൂ അല്ലാതെ തന്നെ വേറെ തരത്തിൽ റവന്യൂ ബിസിനസ്സിൽ കിട്ടുന്നുണ്ട്. അതാണ് കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റോയൽറ്റീസ്, റെൻ്റ് റിസീവ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. റവന്യൂവിന് വേറൊരു പേരാണ് ഇൻകം എന്നത്. അടുത്ത ടേമാണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ വരുമാനം നേടിയെടുക്കുമ്പോൾ അതിന് കുറച്ച് ചിലവുകൾ വരുന്നുണ്ട്. ഈ ചിലവിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻസസുകൾ മെഷർ ചെയ്യുന്നതിന് ഒരു അക്കൗണ്ടിങ് പീരീഡ് എത്ര അസറ്റുകളാണ് ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്, അതിന് എത്ര കോസ്റ്റായി, ഇതൊക്കെ നോക്കിയിട്ടാണ് എക്സ്പെൻസസ് മെഷർ ചെയ്യുന്നത്. കുറച്ച് എക്സ്പെൻസുകളാണ് ഡിപ്രീസിയേഷൻ, റെൻറ്റ്, വേജസ്, സാലറീസ്, ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് ഹീറ്റർ, ലൈറ്റ് ആൻഡ് വാട്ടർ, ടെലിഫോൺ, എക്സെട്ര. അടുത്താണ് എക്സ്പെൻഡിച്ചർ. ഒരു വ്യക്തിയോ സ്ഥാപനമോ സർക്കാരോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യത്തിനായി ചിലവഴിക്കുന്ന പണത്തെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്താണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം. ഒരു ബിസിനസ്സിൽ അതിലുണ്ടാവുന്ന എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ് വരുമാനമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഓണറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ് കൂടുന്നത്. നെക്സ്റ്റ് ടൈമാണ് ഗെയിൻ. ഒരു ബിസിനസ്സിൽ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ലാഭത്തെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. അടുത്താണ് ലോസ്. ഒരു ബിസിനസ്സിൽ അതിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതലാണ് ചിലവെങ്കിൽ അതിനെയാണ് നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. അടുത്താണ് ഡിസ്കൗണ്ട്. ഒരു സാധനം വിൽക്കുന്ന സമയത്ത് അതിൻ്റെ വിലയിൽ കുറച്ച് കുറവ് കൊടുക്കുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് 2 തരത്തിലുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. അടുത്താണ് വൗച്ചർ. ഒരു ബിസിനസ്സിൽ തെളിവായി ഉപയോഗിക്കുന്ന എഴുത്തു പ്രമാണമാണ് വൗച്ചർ. ഇത് ക്യാഷ് വൗച്ചർ ഉണ്ട്, പേയ്മെൻറ്റ് വൗച്ചർ ഉണ്ട്, റെസിപ്റ്റ് വൗച്ചർ ഉണ്ട്. അടുത്തതാണ് ഗുഡ്സ്. ഒരു ബിസിനസ്സിൽ സാധാരണയായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡ്രോയിങ്സ്. ഒരു ബിസിനസ്സിൽ നിന്ന് അതിൻ്റെ ഓണർ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് ക്യാഷ്, സാധനങ്ങൾ അല്ലെങ്കിൽ ആസ്തികൾ പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് പർച്ചേസ്. വിൽപ്പനയ്ക്കായി ഒരു ബിസിനസ്സിൽ വാങ്ങുന്ന സാധനങ്ങളെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിൽപ്പനയ്ക്കോ ഉൽപ്പാദനത്തിനോ വേണ്ടി ഒരു ബിസിനസ് കൈവശം സൂക്ഷിക്കുന്ന സാധനങ്ങളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് ഡെപ്റ്റേഴ്സ്. കടത്തിന് വസ്തുക്കൾ വാങ്ങിയതിനാൽ ബിസിനസ്സിന് പണം കൊടുക്കാനുള്ള ആളുകളെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്രെഡിറ്റേഴ്സ്. ഒരു ബിസിനസ്സിൽ വസ്തുക്കളോ സേവനങ്ങളോ പണം കൊടുക്കാതെ വാങ്ങുമ്പോൾ ആ പണം കൊടുക്കാനുള്ള ആളുകളെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.